ഹലോ സുഹൃത്തുക്കളെ, എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം സിമെൻറ്റ് കവലയിലുള്ള ഷൈനിങ് ഓട്ടോ ഷോറൂമിലാണ്, സെക്കൻഡ് ഹാൻഡ് ഷോറൂം. അപ്പോൾ ഇവിടെ ഞാൻ വന്നപ്പോൾ കുറേ വണ്ടികൾ നല്ല വിലക്കുറവിൽ അത്യാവശ്യം ഗുഡ് കണ്ടീഷൻ വാങ്ങണമെങ്കിൽ ഇവിടെ കിടക്കുന്നതായിട്ട് നമ്മൾ അറിഞ്ഞു. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഓരോ വണ്ടികളും അതിൻ്റെ റേറ്റും മോഡലും എല്ലാ കാര്യങ്ങളും ഞാൻ വിശദമായിട്ട് നിങ്ങളോട് പറയുന്നതായിരിക്കും. സോ നമുക്ക് വീഡിയോയിലേക്ക് കാണാം. ജനപ്രിയ വണ്ടി ലെജൻഡ് ടൊയോട്ട ഇന്നോവ. യെസ് ഗൈസ്, അപ്പോൾ നമ്മൾ KL5 രജിസ്ട്രേഷൻ വണ്ടിയാണ്, ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ. ഇത് സെക്കൻഡ് ഓണർ വണ്ടിയാണ്. വെറും 58,000 കിലോമീറ്റർ മാത്രം ഓടിയ 2.7G മോഡൽ വണ്ടിയാണ്. ഇൻറ്റീരിയറും കാര്യങ്ങളും എല്ലാം പക്കയാണ്. ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ അഡീഷണൽ അവർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ബ്ലൈൻഡ്സും ഉണ്ട്. അതുപോലെ 7 സീറ്ററാണ്. സീറ്റ്സും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ്. 2.7G പെർഫെക്റ്റ് കണ്ടീഷൻ തന്നെ. അലോയ്സും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു മോഡലാണ്. നമുക്ക് അഡീഷണൽ ആയിട്ട് ആക്സസറി ആയിട്ട് ഇവർ ഫുഡ് ബോർഡും ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് വരുന്ന വണ്ടി വില 16,50,000 ആണ്. 70,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ ആൾട്ടോ LXi. ഇപ്പോൾ ഗൈസ്, ഈ വണ്ടി അത്യാവശ്യം നല്ല മോഡൽ വണ്ടിയാണ്, 2010 മോഡൽ. അപ്പം ഇവർ ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 1,45,000 ആണ്. ഇനി നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോവാം. ഹ്യുണ്ടായി i10 ആണ്, 2010 മോഡൽ, 69,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്, സിംഗിൾ ഓണർ. ഇത് മാഗ്ന ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ് കേട്ടോ. ഓട്ടോമാറ്റിക് വണ്ടിയൊക്കെ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. ഇൻറ്റീരിയറൊക്കെ അത്യാവശ്യം നല്ല ക്ലീൻ ആണ്. സീറ്റ് കവറൊക്കെ പുതിയ സീറ്റ് കവറാണ് ഇട്ടിരിക്കുന്നത്. 2010 മോഡൽ, 69,000. ഇവർ ചോദിക്കുന്ന വില 2,45,000 ആണ്. 2,45. ഫോഗ്ലാംസ് ഒക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഇതാണ് ഹ്യുണ്ടായി ഇയോൺ. വീൽ ക്യാപ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വരുന്നത് ഈ മോഡൽ വണ്ടി ഇറ പ്ലസ് ആണ്. ഇറ പ്ലസ്, ഇയോണിൻ്റെ ഇറ പ്ലസ്. ഇത് വരുന്നത് 2016 മോഡലാണ്. ഓടിയിരിക്കുന്നത് 75,000 കിലോമീറ്റർ. ഫസ്റ്റ് ഓണർ തന്നെ. ഇതാണ് ഇൻറ്റീരിയർ വരുന്നത്. സോണിയുടെ ഒരു മ്യൂസിക് സിസ്റ്റം ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. 16 മോഡൽ, 75,000 ഓടിയ ഫസ്റ്റ് ഓണർ വണ്ടി. ഇവർ ചോദിക്കുന്ന വില 2,50,000 ആണ്. 2,50,000. ഇനി നമുക്ക് അടുത്ത വണ്ടി ഒരു KL33 രജിസ്ട്രേഷൻ. ഇതും അതേ സെയിം മോഡൽ തന്നെയാണ്. 2017 ആണ്, പക്ഷേ ഇത് 2017 ഇറ പ്ലസ്. ഇത് സെക്കൻഡ് ഓണർ ആയിരിക്കും വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയറിലേക്ക് നമുക്ക് പോകാം. സീറ്റ് കവേഴ്സ് ഒക്കെ ഉണ്ട്. ഗുഡ് കണ്ടീഷൻ വണ്ടി. 2017 മോഡൽ. ഇവർ ചോദിക്കുന്ന റേറ്റ് 2,65,000 ആണ്. നമ്മൾ പ്രൈസ് കുറച്ചും കൂടി നെഗോഷ്യബിൾ ആണ്. നിങ്ങൾ നേരിട്ട് വന്ന് കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ കുറച്ചും കൂടെ ഒക്കെ റേറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഷോറൂമുകാർ തരുന്നതായിരിക്കും. ഇത് നമുക്ക് വരുന്നത് അടുത്തൊരു വാഗണർ. ഇത് വരുന്നത് 2007 മോഡൽ വാഗണറാണ്. 1,05,000 കിലോമീറ്റർ ഓടി. തേർഡ് ഓണർഷിപ്പാണ് വണ്ടി വരുന്നത്. ഇൻറ്റീരിയർ ക്വാളിറ്റീസൊക്കെ നോക്കാം. ഗുഡ് കണ്ടീഷൻ തന്നെയാണ്. വണ്ടിക്ക് ചോദിക്കുന്നവരെ 1,400,000. സിംഗിൾ ഓണർ വണ്ടി തന്നെയാണ്. 80,000 കിലോമീറ്ററാണ് ഓടിയിരിക്കുന്നത്. 2016 മോഡൽ, KL26 രജിസ്ട്രേഷൻ. സോ വണ്ടി വില വരുന്നത് 2,50,000 രൂപയാണ്. പിന്നെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ നല്ല ഇൻറ്റീരിയേഴ്സ് തന്നെയാണ്. വെൽ മെയിൻറ്റൈൻഡ് വണ്ടി.
ഇതാണ് മാരുതി സുസുക്കി സെലേറിയോ. 2017 മോഡലാണ്. 2017 മോഡൽ സെലേറിയോ. വേരിയന്റ് വരുന്നത് ഓട്ടോമാറ്റിക് ആണ്. ZXi ഓട്ടോമാറ്റിക് ആണ് വണ്ടി. ZXi ഓട്ടോമാറ്റിക് ഒരു ഫുൾ ഓപ്ഷൻ ആണ്. എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ ഇന്റീരിയറിലേക്കൊക്കെ പോയി. ഓക്കെ, നൈസ്. നിങ്ങൾക്ക് കാണാവുന്ന പോലെ തന്നെ സീറ്റ് കവേഴ്സ് ഒക്കെ നല്ല സീറ്റ് കവേഴ്സ് തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഓട്ടോമാറ്റിക് മോഡൽ ഹ്യുണ്ടായി ഇയോൺ ആണ്. ഇന്റീരിയേഴ്സ് എല്ലാം നല്ല ഒക്കെയാണ്. ഒരു റിവേഴ്സ് ക്യാമറ അഡീഷണൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സ്റ്റിയറിംഗിൽ തന്നെ കൺട്രോൾസും കാര്യങ്ങളും വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് AMD ആണ്. കമ്പനി ഫിറ്റഡ് സ്റ്റീരിയോ വരുന്നുണ്ട്. പിന്നെ സീറ്റ് കവേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ORVM തന്നെ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട്. ഈ വണ്ടിക്ക് ഇവർ ചോദിക്കുന്ന റേറ്റ് 450 ആണ്. 450. 2017 മോഡൽ, 70,000 കിലോമീറ്റർ ഓടിയ ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. നേരത്തെ കണ്ട പോലെ തന്നെ ഇതിന് ഇറ പ്ലസ് തന്നെയാണ് മോഡൽ. 2017, 80,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വണ്ടിയാണ്. ചോദിക്കുന്നത് 260. 260 സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 80,000 കിലോമീറ്റർ ഓടിയിരിക്കുന്ന 2017 മോഡൽ വണ്ടിയാണ്. ഇന്റീരിയറും കാര്യങ്ങളൊക്കെ കാണാം, എല്ലാം പക്കയാണ്. ചെറിയ വിലയ്ക്ക് ഈ ഓണത്തിന് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റിയൊരു വണ്ടി തന്നെയാണ് നമുക്ക് ഇയോൺ. 2012 മോഡൽ ഹ്യുണ്ടായി സാൻഡ്രോ ആണിത്. ഓടിയിരിക്കുന്നത് 80,000 കിലോമീറ്റർ ആണ്. ചോദിക്കുന്ന റേറ്റ് 165. ഇന്റീരിയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഗുഡ് ക്വാളിറ്റി വണ്ടി തന്നെയാണ്. നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഇതാണ് സുസുക്കി വാഗണർ. സൈഡിൽ ഗ്രാഫിക്സ് ഒക്കെ അവർ അഡീഷണൽ കൊടുത്തിട്ടുണ്ട്. 355 ആണ്. 355 ഈ വണ്ടിക്ക്. 2016 മോഡൽ 90,000 ഓടിയിരിക്കുന്ന വണ്ടിയാണ്. 2016 മോഡൽ 90,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർ വണ്ടി. ചോദിക്കുന്നത് 355. ഇന്റീരിയർ സെക്ഷനിലേക്ക് നമുക്ക് പോകാം. സിംഗിൾ ഓണർ വണ്ടി തന്നെയാണ്. 80,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. 2016 മോഡൽ, L26 രജിസ്ട്രേഷൻ. സോ വണ്ടി വില വരുന്നത് 2,50,000 രൂപയാണ്. പിന്നെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ നല്ല ഇന്റീരിയേഴ്സ് തന്നെയാണ്. വെൽ മെയിൻറ്റൈൻഡ് വണ്ടി. അപ്പോൾ അടുത്ത വണ്ടിയിലേക്ക് നമുക്ക് നോക്കാം. വാഗണർ LXi ആണ്. 77,000 കിലോമീറ്റർ ഓടിയിരിക്കുന്ന 2011 മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ് ഇത്. ഇന്റീരിയറും കാര്യങ്ങളൊക്കെ പക്കയാണ്. മ്യൂസിക് സിസ്റ്റം ഒന്നും ആഡ് ചെയ്യാനുള്ളൂ, ബാക്കിയെല്ലാം ഓക്കെയാണ്. ടയർ കണ്ടീഷനൊക്കെ വരുന്നത് എത്രയാണ്? വീൽ ക്യാപ്സ് ഉണ്ട്. വണ്ടി ചോദിക്കുന്ന വില 245. മിനി SUV എന്നറിയപ്പെടുന്ന എസ്പ്രസോ, സുസുക്കിയുടെ എസ്പ്രസോ. ഇത് വണ്ടി വരുന്നത് VXi വേരിയൻ്റ് ആണ്. 2022 മോഡൽ, 38,000 കിലോമീറ്റർ ഓടിയിരിക്കുന്ന സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഗുഡ് കണ്ടീഷൻ വണ്ടി തന്നെയാണ് വരുന്നത്. ഇന്റീരിയറിലേക്കൊന്ന് പോകാം. വണ്ടി ഇത് മാനുവൽ മോഡലാണ്. 2022. വണ്ടി ചോദിക്കുന്നത് 475 ആണ്. വണ്ടി ചോദിക്കുന്നത് 475. VXi വേരിയന്റ്, 2022 മോഡൽ, സിംഗിൾ ഓണർഷിപ്പ്. ഈ മോഡൽ വരുന്നത് സ്വിഫ്റ്റ് ഡിസയർ ആണ്. KL5 രജിസ്ട്രേഷൻ, സ്വിഫ്റ്റ് ഡിസയർ VDI ഡീസൽ വണ്ടിയാണ്.
80,000 ഓടിയ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 2010 മോഡൽ. കമ്പനി ഫിറ്റഡ് ആയിട്ടുള്ള തന്നെ വരുന്ന സ്റ്റീരിയോസും കാര്യങ്ങളും വരുന്നുണ്ട്. 297 ഇവർ ചോദിക്കുന്ന റേറ്റ്. അലോയ്സ് ഒക്കെ എക്സ്ട്രാ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അലോയ്സ് ഒക്കെ VDI ഡീസൽ ഓപ്ഷൻ. അമേസിന്റെ S ഓപ്ഷനാണിത്. KL5 രജിസ്ട്രേഷൻ ആണ് വണ്ടി. പെട്രോൾ വണ്ടിയാണ്. അഡീഷണൽ ആയിട്ട് മ്യൂസിക് സിസ്റ്റം ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ടച്ച് സ്ക്രീന്. 2018 മോഡൽ 50,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. 2018 മോഡൽ 50,000 കിലോമീറ്റർ ഓടിയ ഹോണ്ട S വേരിയന്റ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് 4,75,000 ആണ് ഇവർ ചോദിക്കുന്ന റേറ്റ്. ഇന്റീരിയറും കാര്യങ്ങളൊക്കെ പക്കയാണ്. ഒരു അഡീഷണൽ ആയിട്ട് മ്യൂസിക് സിസ്റ്റം ആഡ് ചെയ്തിട്ടുണ്ട്. ഹോണ്ടയുടെ ഒരു സിമ്പിളും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ വരുന്നുണ്ട്. 4,75 ചോദിക്കുന്നത് വണ്ടിക്ക്. ഇനിയിപ്പോൾ അടുത്ത നമുക്ക് വീണ്ടും ഒരു സെലേറിയോ മോഡൽ 2020 ന്യൂ ഷേപ്പ് സെലേറിയോ ആണ്. കുറച്ച് ചേഞ്ചും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. വെറും 35,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഗുഡ് കണ്ടീഷൻ. VXI വേരിയന്റ് ആണ് വണ്ടി വരുന്നത്. ഇന്റീരിയറും കാര്യങ്ങളെല്ലാം പക്കയാണ്. നമുക്ക് പയനിയറിന്റെ ഒരു മ്യൂസിക് സിസ്റ്റം അവർ ബ്ലൂടൂത്ത് കണക്ഷനൊക്കെ ഉള്ള ഒരു മ്യൂസിക് സിസ്റ്റം അവർ ആഡ് ചെയ്തിട്ടുണ്ട്. സീറ്റും കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. ഇന്റീരിയറും കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. വണ്ടി 2020 മോഡൽ വണ്ടിയാണ്. അധികം ഓടിയിട്ടില്ല. ചോദിക്കുന്ന റേറ്റ് എത്രയാണെന്ന് വെച്ചാൽ 5,20 ആണ്. 5,20. VXI മോഡലാണ്. നമ്മൾ ആദ്യം കണ്ടത് ZXI ആയിരുന്നു. ഇത് VXI ആണ് റേറ്റ് വണ്ടി വരുന്നത്. ഇനി നമുക്ക് ഷിഫ്റ്റിലേക്ക് പോകാം. ഷിഫ്റ്റ് എല്ലാവരുടെയും ഫേവറേറ്റ് വണ്ടിയാണ് ഷിഫ്റ്റ്. ഇത് വരുന്നത് ബേസ് മോഡലാണ്. ബേസ് മോഡൽ 2021 മോഡൽ 42,000 കിലോമീറ്റർ ഓടിയിരിക്കുന്ന സിംഗിൾ ഓണർ വണ്ടിയാണ്. വെറും 42,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ബേസ് മോഡൽ 2021 വണ്ടി. ഗുഡ് കണ്ടീഷൻ. ടയറും കാര്യങ്ങളെല്ലാം അത്യാവശ്യമുണ്ട്. 2021 മോഡൽ ഇവർ ചോദിക്കുന്ന റേറ്റ് 5,90 ആണ്. ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഒന്നും വരുന്നില്ല. അതൊക്കെ നമുക്ക് അഡീഷണൽ ഒന്ന് ഫിറ്റ് ചെയ്യാനുള്ളതേ ഉള്ളൂ. സ്റ്റിയറിങ്ങും കാര്യങ്ങളൊക്കെ പുതിയ മോഡൽ സ്റ്റിയറിംഗ് ആണ്. വണ്ടി 2021 മോഡലാണ്. അധികം ഓടിയിട്ടില്ല വണ്ടി. ചോദിക്കുന്ന റേറ്റ് 5,90. 42,000 മാത്രം ഓടിയ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ്. ഇവിടെ ഒരു ബെൻസ് കിടക്കുന്നത് B സീരീസ് ആണ്. ബെൻസ് 180 B സീരീസ്. (2013) മോഡൽ 47,000 ഓടിയ സെക്കൻഡ് ഓണർഷിപ്പ് ഉള്ള ബെൻസ് ആണിത്. ബെൻസ് B സീരീസ്. ലക്ഷറി വാഹനങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ബെൻസിന്റെ ഈ മോഡൽ നിങ്ങൾക്ക് പരിഗണിക്കാം. അത്യാവശ്യം ഒതുക്കവും കാര്യമുള്ള വണ്ടിയാണ്. ഇന്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ല ഗുഡ് ക്വാളിറ്റി കണ്ടീഷൻ തന്നെയാണ് വണ്ടി വരുന്നത്. സീറ്റും കാര്യങ്ങളൊക്കെ നല്ല ഒരു ലക്ഷറി ഫീൽ തന്നെ ഉണ്ട് വണ്ടിക്കകത്തേക്ക്. നമുക്ക് കയറുമ്പോൾ ആ വൈറ്റ് സീറ്റ്സ് ഒക്കെ അധികം ഒട്ടും തന്നെ ചെളി തന്നെ പറ്റാത്ത ഒരു സീറ്റ്സ് അവർ ഓണർ നല്ല രീതിയിൽ കെയർ ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അതുപോലെ സീറ്റിൽ നമുക്ക് മെമ്മറി ഫങ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഇലക്ട്രിക്കലി നമുക്ക് ചെയ്യാവുന്നതാണ്. ഈ വണ്ടിക്ക് ഇവർ ചോദിക്കുന്ന റേറ്റ് 11,50,000. 11,50,000. ഇനി നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം.
WRV, ഹോണ്ട WRV പെട്രോൾ വേരിയൻ്റ് ആണ് വണ്ടി വരുന്നത്. എസ് ഓപ്ഷനാണ്. KL35 പാല രജിസ്ട്രേഷൻ. ഇന്റീരിയറിലേക്ക് നമുക്ക് പോവാം. അഡീഷണൽ ആയിട്ട് ടച്ച് സ്ക്രീനും കാര്യങ്ങളും എല്ലാം അവർ ആഡ് ചെയ്തിട്ടുണ്ട്. മാനുവൽ ഓപ്ഷൻ തന്നെയാണ് വണ്ടി വരുന്നത്. (2017) മോഡൽ. 50,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിരിക്കുന്നത്. വെറും 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വണ്ടി ചോദിക്കുന്ന റേറ്റ് 5,75. 2017 മോഡൽ, വെറും 50,000 കിലോമീറ്റർ ഓടിയ 2017 മോഡൽ ഹോണ്ട WRV 5,75. ഇനി നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഇതാണ് പോളോയുടെ ഹൈലൈൻ. നമുക്ക് എല്ലാവർക്കും അറിയാം, യൂത്ത്സിനെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന വണ്ടി പോളോ ആണ് അല്ലേ? എന്തുകൊണ്ടാണ്? ഇതിൻ്റെ ഡ്രൈവിങ് തന്നെയാണ്. എഞ്ചിൻ ഡ്രൈവിങ്, ആ ഒരു പവർഫുൾ എഞ്ചിനാണ് വണ്ടിക്ക് കമ്പനി കൊടുത്തിരിക്കുന്നത്. KL5 രജിസ്ട്രേഷൻ, കോട്ടയം രജിസ്ട്രേഷൻ വണ്ടി വരുന്നത്. പോളോയുടെ ഹൈലൈൻ വേരിയൻ്റ് ആണ്. 2016 മോഡൽ, ഫസ്റ്റ് ഓണർ. 55,000 മാത്രം ഓടിയിരിക്കുന്ന വണ്ടി. വെറും 5,75 ചോദിക്കുന്നത്. വണ്ടിയുടെ ആ ഒരു ലെഗസി ഇപ്പോഴും പോയിട്ടുണ്ട് തന്നെയാണ്. ഗുഡ് കണ്ടീഷൻ പോളോ GT ആണ്. വെറും 5,75 ചോദിക്കുന്നത്. 2015 മോഡൽ ഇന്നോവ, 1,60,000 കിലോമീറ്റർ ഓടിയിരിക്കുന്നു. സിംഗിൾ ഓണർ വണ്ടി തന്നെയാണ്. 8 സീറ്റർ ആണ് വണ്ടി വരുന്നത്. മാനുവൽ മോഡൽ. ഇവർ ചോദിക്കുന്ന റേറ്റ് 10,90. 10,90. ഈ വണ്ടി വരുന്നത് 2020 മോഡൽ വാഗണാറാണ്. സിംഗിൾ ഓണർ വണ്ടി തന്നെയാണ്. 2020 മോഡൽ വാഗണാർ ഓടിയിരിക്കുന്ന 60,000 കിലോമീറ്റർ. ചോദിക്കുന്ന റേറ്റ് 5,45. ഇത് വരുമ്പോൾ 2013 മോഡലാണ്. 2013 മോഡൽ 65,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വണ്ടിയാണ്. ഗ്രാൻഡ് ഐറ്റൻ. 3,25 വണ്ടി വില ചോദിക്കുന്നത്. 3,25. മാഗ്ന വേരിയൻ്റ് ആണ്. ഗ്രാൻഡ് ഐറ്റൻ 2013 മോഡൽ, 65,000 കിലോമീറ്റർ ഓടി, സിംഗിൾ ഓണർ വണ്ടി. ഇനി നമുക്കൊരു പുതിയ വണ്ടിയിലേക്ക് പോകാം. ആസ്റ്റ മോഡൽ ഹുണ്ടായി i20. ഹുണ്ടായി i20ക്ക് ഒരുപാട് ഫാൻസ് ഉണ്ടെന്ന് നമുക്കറിയാം. ഹുണ്ടായി i20 ആസ്റ്റ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് വരുന്നത്. എല്ലാ ഓപ്ഷനും ഉള്ള 2021 മോഡൽ, 80,000 ഓടിയ. വണ്ടിയുടെ ഇന്റീരിയറിലേക്ക് പോവുകയാണെങ്കിൽ ഏറ്റവും പുതിയ വണ്ടിക്കകത്ത് കയറി വന്ന പോലെ തന്നെ എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇതിലും വരുന്നുണ്ട്. വണ്ടി ഓടിയിരിക്കുന്നത് 84,000 കിലോമീറ്റർ ആണ്. സെക്കൻഡ് ഓണറാണ് വണ്ടി. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. വണ്ടി ഓടിയിരിക്കുന്നത് 80,000. വണ്ടി ചോദിക്കുന്നത് 6,85. ഇന്റീരിയറും കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. ടയറും കാര്യങ്ങളൊക്കെ നോക്കാം. ഷാർപ്പും ആന്റിനയും കാര്യങ്ങളും വരുന്നുണ്ട്. ഗ്രാൻഡ് ഐറ്റൻ നിയോസ് ആണിത്. ഫുൾ ഓപ്ഷൻ ആസ്റ്റ വേരിയൻ്റ് ആണ്. അലോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ടും ഫുട് ലാംപ്സും എല്ലാം വരുന്നുണ്ട്. വണ്ടി 28,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിരിക്കുന്നത്. ടച്ച് സ്ക്രീനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് അതിൻ്റെതായ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഹുണ്ടായി കൊടുക്കുന്നുണ്ട്. 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് വരുന്നു. വണ്ടി ചോദിക്കുന്ന വില 6,35. ഫുൾ ഓപ്ഷൻ വേരിയൻ്റ് ആണ്. 2023 മോഡൽ ഹുണ്ടായി ഗ്രാൻഡ് ഐറ്റൻ നിയോസ് ആണ് വരുന്നത്. ഫുൾ ഓപ്ഷനാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നമ്മളെ ഷോറൂമിലേക്ക് കോൺടാക്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. വണ്ടി വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് വണ്ടി വാങ്ങിക്കുക. അപ്പോൾ ഓക്കെ.
മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ ഗൈസ്.